നന്ദി അനീഷ്. വിവരങ്ങൾ വളരെ വ്യക്തമാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വിധി നിർണയത്തിൽ നിർണായകമാകുന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അനീഷ് നമ്മളോടിപ്പോൾ പങ്കുവച്ചത്. ഇതോടൊപ്പം തന്നെ ദേവികുളം നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടിംഗ് നില എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1,66,746 വോട്ടർമാരുള്ള ദേവികുളം മണ്ഡലത്തിലും വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്കാണ് വർദ്ധിച്ചിരിക്കുകയാണ്. നട്ടുച്ച നേരത്തെ പൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെ വോട്ടർമാർ പോളിംഗ് സെൻറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ പോളിംഗ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നതോടെ ഇനി ഏകദേശം 2 മണിക്കൂർ അടുത്തേ ഉള്ളൂ. അതോടുകൂടി പോളിംഗ് ശതമാനത്തിൽ കുതിപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പോളിംഗിൻ്റെ ശതമാനം എല്ലാം ഉള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി നമുക്ക് അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, എന്തൊക്കെയാണ് ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പോളിംഗ് ശതമാനവും അതുപോലെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് ഏതാണ്ട് അവസാന മണിക്കൂറുകളിലേക്ക് അടുക്കുകയാണ്. ഇനി ഏതാനും കുറച്ച് സമയം മാത്രമാണ്, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗിനായി ഉള്ളത്. രാവിലെ പോളിംഗ് ആരംഭിച്ച 7 മണി മുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച മറ്റു മണ്ഡലങ്ങൾ എന്ന പോലെ ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇടമലക്കുടിയിലടക്കം രാവിലെ മുതൽ പോളിംഗിനായി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ മണ്ഡലത്തിലെവിടെയും ഈ ഒരു അവസാന മണിക്കൂറിലേക്ക് അടുക്കുന്ന സമയത്ത് മണ്ഡലത്തിലെവിടെയും മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക തകരാറുകളോ ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വോട്ടിംഗ് സുഗമമായി മുമ്പോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രാവിലെ പോളിംഗ് ആരംഭിച്ച ആ ഒരു ഘട്ടത്തിൽ പല പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിലും നീണ്ട നിരയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൽ കുറച്ച് കുറവ് വന്നു. വീണ്ടും ഒരു 11 മണി 12 മണിയോട് കൂടി വീണ്ടും ഈ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പകൽ ഈ മേഖല അറിയാം, പകൽ ഈ സമയത്ത് പകൽ ദേവികുളം മണ്ഡലത്തിന്റെ പല ഭാഗത്തും വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പകൽ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദിവാസി മേഖലകളിലും കാർഷിക മേഖലയിലും തോട്ട മേഖലയിലും ഒരേപോലെ ഈ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു പോളിംഗിനായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ നീണ്ട നിരയും തിരക്കും ഒക്കെ ഇപ്പോൾ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ പോളിംഗിൽ വലിയ ഒരു കുതിപ്പുണ്ടാകും അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കൂടുതൽ വോട്ടർമാർ ഈ അവസാന മണിക്കൂറുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നണികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുന്നണികളൊക്കെയും ദേവികുളം മണ്ഡലം തങ്ങൾക്ക് അനുകൂലമാകും അല്ലെങ്കിൽ മണ്ഡലത്തിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനാകുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെ വെച്ചു പുലർത്തുന്നു. കഴിഞ്ഞ 40 ദിവസങ്ങളിലും വളരെ വാശിയേറിയ പ്രചാരണമായിരുന്നു. എല്ലാ മേഖലയിലും തോട്ട മേഖലയിലും കാർഷിക മേഖലയിലും ആദിവാസി ഇടങ്ങളിലും ഒക്കെ വലിയ രീതിയിലുള്ള ആവേശവും ഒട്ടും ചോരാത്ത പ്രചാരണമായിരുന്നു മുന്നണികൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം ചോരാത്ത പ്രചാരണ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാകും, തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷയാണ് മുന്നണികളും മുന്നണി സ്ഥാനാർത്ഥികളും ഒക്കെ മുൻപോട്ട് വയ്ക്കുന്നത്. വോട്ടർമാരും വലിയ രീതിയിൽ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് ഈ അവസാന മണിക്കൂറുകളിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. എന്നാലും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി പോളിംഗിനായുള്ളത്. ദേവികുളം മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് ദേവികുളം മണ്ഡലം. അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം 3 മണി സമയത്തൊക്കെ നോക്കുമ്പോൾ ഒരു 50%-ലധികം അതിലധികം ഉള്ള ശതമാനത്തിലേക്ക് പോളിംഗ് നിരക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ ഇനിയും ധാരാളം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തും. പോളിംഗിലൊക്കെ വലിയ വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.